ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ജേണി വിത്ത് റനായ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഒക്കെ ഇരിക്കുകയല്ലേ? ഞാനും സുഖമായിട്ടും സന്തോഷമായിട്ടും പോകുന്നു ബൈ ഗോഡ്സ് ഗ്രേസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്നുള്ള കാര്യം നിങ്ങൾ ഓൾറെഡി ഇപ്പോൾ തംബ്നെയിലിൽ കണ്ടു കാണും. സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. ഒരു പ്രിപ്പറേഷനും ഇല്ലാതെ ഞാൻ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. ഈ വീഡിയോയിൽ എന്തൊക്കെയായിരിക്കും ഞാൻ പറയുന്നതെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് തന്നെ ഒരു പിടിയില്ല. സാധാരണ നമ്മളൊന്ന് പ്രിപ്പയർ ചെയ്യുമല്ലോ, എന്തെങ്കിലുമൊക്കെ കോണ്ടൻറ്റ് ബേസ് ചെയ്താണല്ലോ സാധാരണ നമ്മൾ വീഡിയോസ് ചെയ്യുന്നത്. അപ്പം ഇന്നത്തേന്ന് പറയുമ്പോൾ നിങ്ങൾ തംബ്നെയിലിൽ കണ്ടതുപോലെ എൻ്റെ 1K ജേണിയാണ്, എൻ്റെ ചാനലിൻ്റെ ജേണി തന്നെയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ ദൈവത്തിനോടൊരു വലിയ നന്ദി. 1K ആക്കാനായിട്ട് എനിക്ക് പറ്റി. അപ്പോൾ നമ്മുടെ ചാനൽ അങ്ങനെ 1K സബ്സ്ക്രൈബേഴ്സിൽ എത്തിയിരിക്കുകയാണ്. ഒക്ടോബർ 15-നാണ് 1Kയിൽ എത്തിയത്. ഇന്ന് ഒക്ടോബർ 16, ഇന്ന് 16 അല്ല, ഇന്ന് 17-നാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇത് എന്നാണിത് റിലീസാവുക എന്നുള്ളതെന്ന് കഴിയുമെന്നുണ്ടെങ്കിൽ ഞാനിത് ഇന്ന് തന്നെ ഞാൻ പോസ്റ്റ് ചെയ്യാൻ നോക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ നാളെയോ മറ്റന്നാളോ ആയിട്ടത് പോസ്റ്റ് ചെയ്ത് റിലീസാക്കണം എന്ന് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഇപ്പോൾ കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ 1Kയിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ തന്നെ എന്നെ ഒന്ന് ചിയറപ്പ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ എൻ്റെ ചാനലിൻ്റെ ജേർണി ചോദിച്ചിട്ടും അതേപോലെ 1K ആയതിൻ്റെ സ്പെഷ്യൽ വീഡിയോ ചെയ്യണം എന്ന് പറഞ്ഞിട്ടും എനിക്ക് റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യമേ തന്നെ ഞാനൊരു വലിയ താങ്ക് യു പറയുകയാണ് ടു ഓൾ മൈ സബ്സ്ക്രൈബേഴ്സ് ആസ് വെൽ ആസ് വ്യൂവേഴ്സ് ഓൾസോ. എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തതിനും പോസിറ്റീവ് കോമെൻറ്റ്സ് തന്നതിനും ഒക്കെ ഒരു വലിയ താങ്ക് യു കേട്ടോ. അപ്പോൾ ദൈവത്തോടും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ആൾക്കാരോടും ഒരു വലിയ താങ്ക് യു പറയുകയാണ്. ഇത്രയും വരെ ഈ ഒരു ചാനലിനെ കൊണ്ട് എത്തിക്കാൻ 0-ൽ നിന്ന് തുടങ്ങിയതല്ലേ. അപ്പോൾ അത് 3 0 പ്ലസ് ഒരു 1 എത്തിക്കുക എന്ന് പറയുന്നത് ഞാൻ അത്ര നിസ്സാരമായിട്ട് ഞാൻ കാണുന്നില്ല. കുറച്ചേറെ അതിനകത്ത് ജേണി ഉണ്ടായിരുന്നു, കുറച്ച് പണിയും ഉണ്ടായിരുന്നു എന്ന് തന്നെ പറയണം. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ കൂടുതലും ടീച്ചിങ് ബേസ് ചെയ്തിട്ടുള്ള വീഡിയോസ് ആണല്ലോ. അപ്പോൾ അത് കുറച്ച് പണി തന്നെ ഉണ്ടായിരുന്നു. അപ്പം നമ്മുടെ ചാനലിൻ്റെ ജേണിയാണ് ഇന്ന് പറയാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ 1Kയുടെ ജേണി ആയതുകൊണ്ടാണ് ഇത്രയും ഭയങ്കര വേഷഭൂഷാദിയൊക്കെ ഇട്ടെന്നിരിക്കുന്നത്. സാധാരണ അങ്ങനെ അത്രയും ഇതൊന്നും കാണിക്കാറില്ല. ഭയങ്കര ഇന്നിങ്ങനെ ഡോലാക്കൊക്കെ ഇട്ടാണ് ഇരിക്കുന്നത്. 1K ആയതുകൊണ്ട് അതിൻ്റെ ഒരു ഇതിലിരിക്കുകയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ആ ഒരു ചാനലിൻ്റെ ജേണി എവിടെ നിന്നാണ് തുടങ്ങിയത് എന്നൊക്കെ ഉള്ള കാര്യം പറയാം. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ യൂട്യൂബ് ചാനൽ എന്ന് പറയുന്ന ഒരു സംഗതി പോലും ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നതും കാണുന്നതും ഒക്കെ കൊറോണ ടൈമിലാണ്. അതായത് 2020-ലാണ്. ആ സമയത്താണല്ലോ നമ്മളെല്ലാവരും വീട്ടിൽ ഇങ്ങനെ നല്ല സുഖിച്ച് ഇരുന്നൊരു സമയമുണ്ട്. പുറത്തോട്ടും പോണ്ട, പണിക്കും പോണ്ട, ഒന്നും പോണ്ട. അങ്ങനെ 2020-ൽ ഇരുന്ന സമയത്താണല്ലോ ഈ യൂട്യൂബ് ചാനൽസ് എല്ലാം വരുന്നത്. അപ്പോൾ അന്നാണ് ഞാൻ ആദ്യമായിട്ട് ഇതെന്ത് സംഭവം, യൂട്യൂബ് ചാനലോ, ഇങ്ങനെയൊക്കെ എൻ്റെ ചാനൽ ഇങ്ങനെയാണ് അങ്ങനെയാണോ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു സമയത്താണ്. കുക്കിംഗ് ചാനലുണ്ട്, അല്ലാതെ ലൈഫ് സ്റ്റൈൽ വ്ളോഗ്സ് ചെയ്യുന്നവരുണ്ട്, അങ്ങനെ കുറേ കണ്ടു തുടങ്ങിയത് ആ സമയത്താണ്. ചാനലെന്ന് പറയുന്ന ഒരു പേര് ഇങ്ങനെ യൂട്യൂബിനകത്ത് ഇങ്ങനെ ഒരു സംഗതി ഉണ്ടെന്ന് ഞാൻ അറിയുന്നത് 2020-ലാണ്. അപ്പോൾ എൻ്റെ ചാനലെടുത്ത് നോക്കിയാൽ അറിയാം, ജോയിനിങ് ഡേറ്റ് 2020 ആയിരിക്കും കാണിക്കുന്നത്. പക്ഷെ അപ്പോൾ ആക്ച്വലി ഞാൻ ഇതെന്താ സംഭവം, ഇങ്ങനെ ഒരു ചാനലൊക്കെ എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നു എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയതാണ്. അതുകൊണ്ടാണ് ആ ഒരു ജോയിനിങ് ഡേറ്റ് 2020 എന്ന് കാണിക്കുന്നത്. പക്ഷെ അപ്പോഴും ഞാൻ വിചാരിച്ചില്ല ഞാൻ ഇൻ ഫ്യൂച്ചർ ഒരു ചാനൽ തുടങ്ങുമെന്നോ അതിൽ ഇതേപോലെ ഇങ്ങനെ കോണ്ടൻ്റ് ഒക്കെ ഇടാൻ പറ്റുമെന്നോ ഒന്നും എനിക്ക് ഒരു എക്സ്പെക്റ്റേഷനില്ല. അങ്ങനെയൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല. ആൾക്കാർ ഇങ്ങനെയൊക്കെ വീഡിയോസ് ചെയ്തിടുന്നു, അത്രയേ ഉള്ളൂ, ഇതിനെന്താ സംഭവം കൊള്ളാമല്ലോ, അങ്ങനെയൊക്കെ തോന്നി. അങ്ങനെ ഒരു 2022 വരെ അങ്ങനെ പോയിരിക്കുകയാണ്, വെറുതെ ഒരു ഇതിലിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ 2022-ന് ഞാനും ഹസ്ബൻഡും കൂടെ പ്ലാൻ ചെയ്തു. ഓഫ് കോഴ്സ് നമുക്ക് UAE-ലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. അപ്പോൾ ഹസ്ബൻഡ് ഓൾറെഡി അവിടെയാണ്. അപ്പം ഞാനും അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യണം, അവിടെ എന്തെങ്കിലുമൊക്കെ ജോബ് നോക്കണം എന്നുള്ള ഒരു പ്ലാനിൽ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് ഞാൻ ഇപ്പം ഇങ്ങനെ പല ഇന്ന് എൻ്റെ വീഡിയോസൊക്കെ കാണുന്നുണ്ടല്ലോ, ടീച്ചിങ് ജോബ് നോക്കുന്ന ആൾക്കാരും ടീച്ചിങ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ഇന്ന് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നത് പോലെ ഞാൻ അന്ന് മറ്റുള്ളവരുടെ ചാനൽ കണ്ടിട്ടുണ്ട്. അന്ന് പക്ഷേ ഇത്രയും കോമൺ ആയിട്ട് ഒരുപാട് ചാനൽസ് ഒന്നും ഇല്ല, കുറച്ച് ഇത്രയൊന്നും ഇല്ല കേട്ടോ, കുറച്ചൊക്കെ കുറവാണ്, വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ചാനൽസൊക്കെ ഉണ്ടായിരുന്നുള്ളൂ.
അങ്ങനെ ഞാൻ ഇതേപോലെ ടീച്ചിങ് യു എയിൽ എങ്ങനെ ജോബ് കിട്ടാം, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് ഇതേപോലെ ടീച്ചിങ് റിലേറ്റഡ് ആയിട്ടുള്ള ചാനലൊക്കെ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് എന്തെങ്കിലും എക്സ്ട്രാ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് എന്നൊക്കെ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ഇതേപോലെ ചാനലൊക്കെ ഉണ്ട് എന്നൊക്കെ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ് എന്ന് ഞാൻ ഒരു വ്ളോഗർ പറഞ്ഞ് ഞാനിങ്ങനെ കേട്ടു. നമുക്ക് എക്സ്ട്രാ ആക്ടിവിറ്റീസ് എന്തുണ്ടോ അതെല്ലാം നമുക്ക് പറയാം, അപ്പോൾ അത് ടീച്ചിങ് റിലേറ്റഡ് ആകുമ്പോൾ അത് ഒന്നും കൂടി ബെനിഫിഷ്യൽ ആയിരിക്കും എന്ന് ഞാനിത് കേട്ടു. അപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ഓഹോ അങ്ങനെയാണോ, എന്നാൽ നമുക്ക് എന്തെങ്കിലും ഒരു കൈ നോക്കണമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ ടീച്ചിങ് ജോബല്ല ടീച്ചിങ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ്, ജോബല്ല, ഓരോ കോണ്ടന്റ്. ഞാൻ ആദ്യം ചെയ്തത് കോൺസണൻസ് ആൻഡ് വവൽസ്. നമ്മൾ നിസ്സാരപ്പെട്ടതിലൊന്നും കയറി പിടിക്കത്തില്ല, ആദ്യമേ തന്നെ ഫോണിറ്റിക്സിലായിരുന്നു കയറി പിടിച്ചത് കേട്ടോ. അപ്പോൾ അറിയാൻ വയ്യാത്തതുകൊണ്ടാണ്, അങ്ങനെയൊന്നും ആക്ച്വലി അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. അപ്പോൾ എൻ്റെ ഫസ്റ്റ് വീഡിയോ ഒരു തംബ്നെയിലില്ല, ഹാഷ്ടാഗ് ഇല്ല, കീവേഡ്സ് ഇല്ല, ഡിസ്ക്രിപ്ഷൻ ഇല്ല, ഒരു എഡിറ്റിങ്ങും പക്കയല്ലാതെ വെറുതെ ഞാനിങ്ങനെ നീളത്തിൽ പിടിച്ചിട്ട് വെർട്ടിക്കലിൽ പിടിച്ചിട്ടാണ് എൻ്റെ ആദ്യത്തെ വീഡിയോ ഞാൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പം എൻ്റെ അന്നത്തെ ഉദ്ദേശം എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, എങ്ങനെ എന്ത് കാണിച്ചിട്ടാണെങ്കിലും ശരി ഒരു ടീച്ചിങ് ജോലി യു എയിൽ എങ്ങനെയെങ്കിലും എനിക്ക് കിട്ടണം. ഓക്കെ, അപ്പം ചാനലുണ്ടെന്ന് പറയണം, ഇതാണ് എൻ്റെ ലക്ഷ്യം. അപ്പം ഞാൻ നാട്ടിൽ നിന്ന് തന്നെ അതിന് വേണ്ടിയിട്ടുള്ള പരിപാടികളൊക്കെ ഞാനിങ്ങനെ തുടങ്ങി. സ്കൂളിൽ പോയിട്ട് വന്നതിന് ശേഷം എങ്ങനെയെങ്കിലും ഇല്ലാത്ത സമയത്ത് എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടി. കാരണം അവിടെ യു എയിൽ ചെല്ലുമ്പോൾ ഒരു 10 വീഡിയോ എങ്കിലും എനിക്ക് കാണിക്കണ്ടേ, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു എന്നുള്ളത് എനിക്കൊന്ന് കാണിക്കണമല്ലോ. അപ്പം അങ്ങനെ ടീച്ചിങ് ടോപ്പിക്സ് ബേസ് ചെയ്തിട്ടുള്ള കോണ്ടൻസ് ഒക്കെ ബേസ് ചെയ്തിട്ടുള്ളതാണ് ആദ്യത്തെ എൻ്റെ വീഡിയോ. അന്ന് എൻ്റെ ചാനലിൻ്റെ പേര് ആൽഫബറ്റ് അക്കാഡമി എന്നായിരുന്നു. ഓക്കെ, കാരണം ടീച്ചിങ് ബേസ് ചെയ്തിട്ടുള്ള പേരാണല്ലോ. ഈ ആൽഫബറ്റ് എന്നുള്ള പേര് എനിക്ക് എവിടെ നിന്ന് കിട്ടിയും? ഞാൻ ഡിഗ്രിക്ക് പഠിച്ച ട്യൂഷൻ സെൻറ്ററിൻ്റെ പേരായിരുന്നു ആൽഫബറ്റ് എന്നുള്ളത്. അപ്പോൾ അങ്ങനെയാണ്, എന്നാൽ പിന്നെ ആൽഫബറ്റ് അക്കാഡമി, അങ്ങനെയാണ് ഞാൻ ചാനലിൻ്റെ പേര്. അപ്പോൾ ആദ്യത്തെ ഒരു വീഡിയോസൊക്കെ കാണുമ്പോൾ നിങ്ങൾക്കറിയാം, ഞാൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആൽഫബറ്റ് അക്കാഡമി എന്നൊക്കെ, വെൽക്കം ബാക്ക് ടു ആൽഫബറ്റ് അക്കാഡമി എന്നൊക്കെയാണ്. ഞാൻ ഇന്ന് ആ പഴയ വീഡിയോസൊക്കെ എടുത്ത് കാണുമ്പോൾ അയ്യോ എന്തൊക്കെയാണ് ഞാൻ ഈ പറയുന്നതെന്ന് എനിക്ക് തന്നെ തോന്നും കേട്ടോ. ഭയങ്കര ഇതാണ്, വളരെ ഭവ്യതയോടുകൂടി ഒക്കെയാണ് ആദ്യത്തെ വീഡിയോസൊക്കെ ചെയ്യുന്ന സമയത്ത്. കാരണം ഒരു പുതിയതായിട്ട് ചെയ്യുന്നതിൻ്റെ ആ ഒരു പേടിയും അതൊക്കെ ഉണ്ട് അതിനകത്ത് കാണുമ്പോൾ. എനിക്ക് തന്നെ ഒരു പാവം തോന്നും കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ ചാനലിൻ്റെ പേര് ആൽഫബറ്റ് അക്കാഡമി എന്നായിരുന്നു. അങ്ങനെ ഞാൻ ഇതെല്ലാം കെട്ടി തൂക്കി പറക്കി എടുത്തുകൊണ്ട് ഞാൻ അങ്ങനെ യു എയിലേക്ക് ചെന്നു. ഞാൻ വിചാരിച്ചതുപോലെ തന്നെ ഇൻ്റർവ്യൂവിന് എന്നോട് പ്രിൻസിപ്പൽ സാറ് ചോദിച്ചു എന്ത് ഉണ്ട് എക്സ്ട്രാ ആക്ടിവിറ്റീസ് എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ ദൈവമേ അടിച്ചു മോനെ ലഡു, ഞാൻ അപ്പോഴേ പറഞ്ഞു സാർ എനിക്ക് യൂട്യൂബ് ചാനലുണ്ട്. അങ്ങനെ ഞാൻ പറഞ്ഞു സാർ എനിക്ക് യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്, ഇങ്ങനെ ഇംഗ്ലീഷ് ടോപ്പിക്സ് ഒക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ സാറാണെങ്കിൽ ഫ്രണ്ടിൽ ലാപ്ടോപ്പുമായിട്ടിരിക്കുകയാണ്. സാർ അപ്പോഴേ അടിച്ചു നോക്കി ആൽഫബറ്റ് അക്കാഡമി എന്നൊക്കെ പറഞ്ഞപ്പോൾ സാർ അപ്പോഴേ തന്നെ അടിച്ചു നോക്കിയപ്പോൾ സാർ ഇങ്ങനെ ഓക്കെ ദാറ്റ്സ് ഗുഡ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. സാറ് പറഞ്ഞു കുറച്ചും കൂടെ ഒക്കെ നല്ല പോലെ ഇംഗ്ലീഷിലും കൂടെ ഒക്കെ വീഡിയോസ് ചെയ്യണം, അപ്പോൾ കുറച്ചുകൂടെ ഗ്ലോബലൈസ് ആക്കാം എന്നൊക്കെ ഉള്ളതാണ് സാറ് എനിക്ക് അന്ന് തന്ന ഒരു ഫീഡ്ബാക്ക്. വീഡിയോസ് നല്ലതാണെന്നും പറഞ്ഞു. അപ്പോൾ ഞാൻ ഓർത്ത് അപ്പോഴൊന്നും എനിക്ക് ഇങ്ങനെ ചെയ്തു പോകണം എന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. അപ്പോൾ എന്തായാലും സാറ് പോസിറ്റീവായിട്ട് പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തു ശരിയാ, കുറച്ചുകൂടിയൊക്കെ നന്നായിട്ടൊക്കെ ചെയ്യണം. സാർ ഇഷ്ടപ്പെട്ടു. എന്തായിരുന്നാലും എൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ പെർഫോമൻസ് ആണോ അതോ ചാനലിൻ്റെ ഇത് കണ്ടിട്ടാണോ എന്തോ ആയിരുന്നിരുന്നാലും ദൈവം അനുഗ്രഹിച്ച് എനിക്ക് അവിടെ തന്നെ ജോലി കിട്ടി. ഞാൻ ഭവൻസിലായിരുന്നു വർക്ക് ചെയ്തത് കേട്ടോ. അപ്പോൾ അങ്ങനെ അവിടെ എനിക്ക് ജോബ് കിട്ടി. എൻ്റെ ദൈവമേ, അവിടെ ജോബ് കിട്ടിയതിന് ശേഷം ഞാൻ എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ഓഫ് ടീച്ചിങ് ഒക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, എനിക്ക് ഒരു ഐഡിയ ഇല്ല എവിടെ തുടങ്ങണം എങ്ങനെ തുടങ്ങണം എന്നൊന്നും എനിക്ക് യാതൊരു ഐഡിയ ഇല്ലാതിരിക്കുന്ന സമയമാണ് കേട്ടോ. അതായത് യു എയിൽ ആദ്യമായിട്ട് ടീച്ചിങ് കയറിയപ്പോൾ ഞാൻ എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം എനിക്ക് എവിടെ നിന്ന് തുടങ്ങണം, എങ്ങനെ തുടങ്ങണം, എന്ത് ചെയ്യണം, എന്തുവാ ഇവിടെ നടക്കുന്നത് എന്നുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അത് അവിടെ നിന്ന് മാത്രമല്ല, യു എയിലൊരു ടീച്ചിങ് ജോബ് നമ്മൾ ആദ്യമായിട്ട് കയറുമ്പോൾ നമുക്ക് അവിടുത്തെ എക്സ്പീരിയൻസ് അറിയില്ലല്ലോ. നമ്മുടെ നാട്ടിൽ ടീച്ചിങ് എക്സ്പീരിയൻസും അവിടുത്തെ ഒരു വേ ഓഫ് ടീച്ചിങ്ങും ഒക്കെ എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അന്ന് ഇതേ കണക്ക് ഇങ്ങനെ ഒന്നും ആരും വീഡിയോസ് ഒന്നും ചെയ്ത് പറഞ്ഞു തന്നിട്ട്
പറഞ്ഞിട്ടില്ലായിരുന്നു. അവിടെ ചെന്നപ്പോൾ ഇത്രയും നീ പെട്ടുപോകുമെന്നൊന്നും എന്നോട് ആരും പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു കുളത്തിലേക്ക് എടുത്ത് എറിഞ്ഞും വെച്ച് നീന്തിക്കോ എന്ന് പറയുന്ന പോലെയായിരുന്നു. അതൊരിക്കലും ആ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പ്രശ്നമല്ല. കാരണം അവിടുത്തെ ഒരു ടീച്ചിങ് സ്റ്റൈല് അങ്ങനെയാണ്. അവിടെ എവിടെ പോയിരുന്നിരുന്നാലും അങ്ങനെ തന്നെയാണ്. പിന്നെ എൻ്റെ ഒരു ലാക്ക് ഓഫ് എക്സ്പീരിയൻസ് കൊണ്ടും എനിക്ക് തോന്നിയതായിരിക്കാം അന്ന് അങ്ങനെയൊക്കെ കേട്ടോ. നമുക്ക് ആ ഒരു ട്രാക്ക് ഫോളോ ചെയ്ത് വരുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ്. പിന്നീട് ആകുമ്പോഴേക്കും നമുക്കത് മനസ്സിലായി. പിന്നീട് അത് ശീലമായിക്കോളും. മനസ്സിലായിക്കോളും എന്നല്ല, ശീലമായിക്കോളും. അപ്പോൾ ആദ്യം ചെന്ന് കഴിഞ്ഞപ്പോൾ അപ്പം ഞാനിങ്ങനെ എന്തായാലും ജോലിയൊക്കെ കിട്ടി, ഇനി കുറച്ചുകൂടെ ചാനലൊക്കെ ഒന്ന് മുമ്പോട്ട് കൊണ്ടുപോകണം എന്ന് വിചാരിച്ചിരുന്നപ്പോൾ ചാനലിൻ്റെ പോയിട്ട് ചായ പോലും കുടിക്കാനുള്ള സമയം എനിക്ക് കിട്ടിയില്ല എന്നുള്ളതാണ്. കാരണം എന്താ നടക്കുന്നത്, എന്താ ചെയ്യുന്നതെന്നൊന്നും എനിക്ക് തന്നെ അറിഞ്ഞുകൂടാ. പക്ഷേ ലക്ലി എനിക്ക് ഒരു നല്ല ടീമായിരുന്നു എൻ്റെ കൂടെ ഉണ്ടായിരുന്ന. അന്ന് എൻ്റെ കൂടെ വർക്കേഴ്സായിട്ട് നിന്നിട്ടുള്ളതും എൻ്റെ HODയും എല്ലാം വളരെ സപ്പോർട്ടീവായിട്ടുള്ള ആൾക്കാർ തന്നെയായിരുന്നു. പക്ഷേ എന്നിരുന്നാലും ആദ്യം നമുക്ക് ചെല്ലുമ്പോൾ എത്ര സപ്പോർട്ടീവായിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിലും ആദ്യം നമുക്ക് ചെല്ലുമ്പോൾ നമുക്ക് അവിടുത്തെ സിസ്റ്റം അറിയാൻ വയ്യാത്തതുകൊണ്ട് നമ്മൾ ഒരുപാട് പെട്ടുപോകും കേട്ടോ. അത് പിന്നെ എനിക്ക് അധികം ടെക്നോളജി കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ടൊക്കെ എനിക്ക് കുറച്ച് ഡിഫിക്കൽട്ടി ഉണ്ടായിരുന്നു. കുറച്ച് നല്ല ഡിഫിക്കൽട്ടി ഉണ്ടായിരുന്നു. പിന്നീടാണ് അതൊക്കെ ഓക്കെ ആയി വന്നതും ഒക്കെ. അന്ന് ഇത്രയും ഇങ്ങനെ ഒന്നും എഡിറ്റിങ്ങും കാര്യങ്ങളൊന്നും എനിക്ക് അധികം അറിയാൻ വയ്യ. എന്നാൽ ചോദിക്കും ഇപ്പോൾ എഡിറ്റിങ് അറിയാമോന്ന്. അങ്ങനെയല്ല. എന്നാലും നമ്മൾ പറയുമല്ലോ തമ്മിൽ ഭേദം തൊമ്മനെന്നൊക്കെ. ഇപ്പം അങ്ങനെ ഒരു തൊമ്മൻ അവസ്ഥയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചൊക്കെ അറിയാം, കുറച്ച് കുഴപ്പമില്ല, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു 1 ഇയർ, ഒരു 1.5 ഇയേഴ്സോളം ചാനലൊക്കെ ഞാൻ അങ്ങ് അടച്ചു പൂട്ടി. അങ്ങനെ എൻ്റെ ആൽഫബറ്റ് അക്കാഡമി മണിച്ചിത്രത്താഴിട്ടങ്ങ് പൂട്ടി ഞാൻ. കാരണം ഒന്നും നടക്കത്തില്ല, ഒരു പരിപാടിയും നടക്കത്തില്ല. അങ്ങനെ ഞാൻ ഇരുന്നപ്പോഴാണ് ഞാൻ ഈ ചാനലിൻ്റെ ആരെയും മറന്നുപോയി കേട്ടോ. ഞാനിത് മറന്നേ പോയി. കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ നോക്കിയപ്പോൾ അയ്യോ എനിക്കൊരു ചാനൽ ഉണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ ഓർത്തു, ഐ ഷുഡ് റീസ്റ്റാർട്ട്, ഐ ഷുഡ് ഡു സംതിങ്. ഇങ്ങനെ ഒരു ചാനലിനകത്ത് കിടപ്പുണ്ടല്ലോ. അപ്പോഴത്തേക്ക് ഒരു 1.5 ഇയേഴ്സ് ഞാനിങ്ങനെ വന്നു കേട്ടോ. കുറച്ച് ക്രോസ് ചെയ്ത് ഞാൻ വന്നു. 1 വർഷം എന്തായാലും കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ഓർത്തു ഐ ഷുഡ് ഡു സംതിങ്. ഇങ്ങനെ കിടന്നാൽ പറ്റില്ലല്ലോ. അപ്പോഴാണ് ഞാൻ ഓർത്തത് ആദ്യം ചാനലിൻ്റെ പേരൊന്ന് മാറ്റണം എന്നുള്ള കാര്യം. ഈ ആൽഫബറ്റ് അക്കാഡമി എനിക്ക് സെറ്റാവുന്നില്ല. അതുമാത്രമല്ല, ടീച്ചിങ് റിലേറ്റഡോ അല്ലെ ടോപ്പിക്സോ ഒന്നും ചെയ്യാൻ പറ്റുമോ എന്നും എനിക്കറിയില്ല. അക്കാഡമി എന്നൊക്കെ പേരിടുമ്പോഴത്തേക്കും ഓൾമോസ്റ്റ് ഭയങ്കര ടീച്ചിങ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊഫഷണൽ വീഡിയോസൊക്കെ ആണല്ലോ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഓർത്തു ഞാൻ ഈ പേര് മാറ്റണം എന്നുള്ളതെന്ന്. പിന്നെ എന്നോട് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്ന, പ്രത്യേകിച്ച് എന്നെ അറിയാവുന്ന ആൾക്കാർ എന്നോട് ചോദിക്കുന്നതാണ് ആരാണ് ഈ റനായ എന്നുള്ളത്. അത് ആക്ച്വലി എൻ്റെയും എൻ്റെ ഹസ്ബൻഡിൻ്റെയും കൂടെ പേര് മിക്സ് ചെയ്ത് ഞാൻ ഉണ്ടാക്കിയെടുത്ത ഒരു പേരാണ് റനായ എന്നുള്ളത്. സംതിങ് ലൈക്ക് നമ്മുടെ CID മൂസയിൽ മൂലംകുഴിയിൽ സഹദേവൻ, മൂലംകുഴിയലിൻ്റെ മൂവും സഹദേവൻ്റെ സായും കൂടെ ചേർത്ത് മൂവൈഡി സസ CID സമൂ എന്നൊക്കെ അവസാനം CID മൂസയിൽ വന്ന് എത്തുമല്ലോ. അതേപോലെയാണ് റനായ എന്നുള്ള പേരും ആക്ച്വലി ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ശരിക്കുമുള്ള പേര് എന്നെ അറിയാവുന്നവർക്കറിയാം, അറിഞ്ഞൂടാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. രാജേശ്വരി എന്നാണ്. ഓക്കെ. അപ്പം രാജേശ്വരിയുടെ റായും വിനായകൻ്റെ നായക്കും കൂടെ ചേർത്തിട്ടാണ് റനായ എന്നുള്ള പേര് ആക്ച്വലി ഫോം ചെയ്തേക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇപ്പോൾ എന്നെ അറിഞ്ഞൂടാത്ത ആൾക്കാരൊക്കെ റനായ എന്ന് വിളിച്ചിട്ട് എന്നെ വിളിക്കാറുണ്ട്. എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുമ്പോൾ റനായ മാം എന്ന് വിളിക്കാറുണ്ട്, റനായ എന്ന് വിളിക്കാറുണ്ട്. ഭയങ്കര സന്തോഷമാണ് കേട്ടോ എനിക്കത് കേൾക്കുമ്പോൾ. കാരണം റനായ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സംതിങ് ഞാൻ എനിക്ക് വേണ്ടി ഒരു ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്തത് പോലെയാണ്. അങ്ങനെ വിളിക്കുമ്പോൾ, ആൾക്കാരെന്നെ വിളിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നാറുണ്ട്. അപ്പോൾ എന്നെ അറിയാവുന്ന ആൾക്കാർക്ക് ഓൾറെഡി എൻ്റെ പേരറിയാം. അറിയാവുന്ന ആൾക്കാരാണ് കൂടുതൽ എന്നോട് ചോദിച്ചിട്ടുള്ളത് എന്താണ് ഈ റനായ എന്നുള്ളത്. എന്നെ അറിഞ്ഞുകൂടാത്ത ആൾക്കാർ വിചാരിക്കുന്നത് എൻ്റെ പേര് റനായ എന്നാണെന്നാണ്. അപ്പോൾ എനിക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ എൻക്വയറീസ് വരുമ്പോഴും എൻ്റെ കോമൻസിനകത്തും ഒക്കെ റനായ എന്ന് വിളിച്ചിട്ടാണ് എനിക്ക് മെസ്സേജ് അയക്കുന്നത്. ആൻഡ് ഐ എം വെരി ഹാപ്പി ഫോർ ദാറ്റ്. ഞാൻ എനിക്ക് വേണ്ടി ഒരു ബ്രാൻഡ് കണ്ടെത്തിയത് പോലെയാണ് എനിക്കത് കാണുമ്പോൾ. ഭയങ്കര സന്തോഷം. അങ്ങനെ തന്നെ വിളിച്ചോളൂ കേട്ടോ, ഒരു പ്രശ്നമില്ല. അങ്ങനെ
ജേർണി വിത്ത് റനായ എന്നുള്ള ഒരു പേരിലേക്ക് ഞാൻ എത്തിപ്പെടുന്നത് ശരിക്കും ആ സി ഐ ഡി മൂസയുടെ പേര് വന്നതുപോലെ തന്നെയാണ് കേട്ടോ. ഞാനതിങ്ങനെ എഴുതി, ഞങ്ങളുടെ രണ്ടുപേരുടെയും പേരെഴുതി വെച്ചിട്ട് കുറച്ച് ലെറ്റേഴ്സ് ഇങ്ങോട്ട് മാറ്റി, കുറച്ച് ലെറ്റേഴ്സ് അങ്ങോട്ട് മാറ്റി, അങ്ങനെ ഇങ്ങനെയൊക്കെ വെച്ച് നോക്കിയപ്പോൾ ഫൈനലി ഞാൻ എത്തിയതാണ് റനായ എന്നുള്ളൊരു പേര്. അപ്പോൾ വെറും റനായ ആയിട്ട് കാര്യമില്ലല്ലോ, എന്നാൽ പിന്നെ ഒരു ജേണിയും കൂടെ ചേർത്തേക്കാം. അങ്ങനെയാണ്, സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് ജേർണി വിത്ത് റനായ എന്നുള്ള പേര് വരുന്നത്. ചില പേരിനൊക്കെ ഒരു എന്താ പറയണ്ടേ, നമ്മൾ പറയുമല്ലോ പേരിൽ ഒരു കാര്യം ഉണ്ട് എന്നെനിക്ക് മനസ്സിലായത് അതിന് ശേഷമാണ് കേട്ടോ. കാരണം ഞാൻ ആ ജേർണി വിത്ത് റനായ എന്നുള്ള പേര് ആഡ് ചെയ്തതിന് ശേഷം ഒരുപാടൊന്നും അല്ലെങ്കിലും പിന്നെയും എനിക്ക് ആ ഒരു ചാനലിന് ജീവിതം കൊടുക്കാനായിട്ട് പറ്റി. എന്തെങ്കിലുമൊക്കെ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് വീഡിയോസൊക്കെ ഇടാനും ഒക്കെ പറ്റി. അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ സ്കൂളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കാരണം എനിക്ക് വന്നിട്ടങ്ങ് എപ്പോഴും വീഡിയോസ് ഇടാനൊന്നും പറ്റിയില്ല. എന്നിരുന്നാലും ഞാനൊരു ഓൾട്ടർനേറ്റ് ഡേയ്സിലൊക്കെ എങ്ങനെയെങ്കിലും ഞാൻ കടിച്ചു പിടിച്ച് ഇടാനായിട്ടൊക്കെ ഞാൻ നോക്കി. അപ്പോൾ ടീച്ചിങ് റിലേറ്റഡ് ആയിട്ടൊന്നും ഇടാൻ പറ്റുന്നില്ല. കാരണം ടീച്ചിങ് റിലേറ്റഡ് ആയിട്ട് അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് തന്നെ ഇടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് കാരണം ഞാൻ ആ സമയത്തൊക്കെ ഇങ്ങനെ പല പല ചാനൽസ് കാണുമ്പോൾ വ്യൂസൊക്കെ എങ്ങനെ കൂട്ടാം എന്നൊക്കെ കാണുമ്പോൾ ഇങ്ങനെ ഏതോ ഒരു ചാനലിൽ കണ്ടു കുറച്ച് ജനറലായിട്ടുള്ള വീഡിയോസൊക്കെ ഇടുമ്പോൾ, അതായത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ വീഡിയോസൊക്കെ ഇടുമ്പോൾ കുറച്ചുകൂടി ആൾക്കാരിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കുറച്ചും കൂടി ഈസിയാണ് എന്നൊക്കെ കണ്ടു. അപ്പം ഞാൻ ഓർത്തു എന്നാൽ പിന്നെ അതും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെ ഞാൻ കുറച്ച് ഇതേപോലെ നമ്മളെവിടെയെങ്കിലും യാത്ര ചെയ്യുന്നത്, സ്കൂളിലുള്ള കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഞാൻ ഇട്ടു. പക്ഷേ അങ്ങനെ വലിയ ചേഞ്ചസ് ഒന്നും എനിക്ക് വന്നില്ല. പിന്നെ അത് മാത്രമല്ല, കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ അതൊരു ബോറിംഗ് ആയി തോന്നി. നമ്മളൊരു വീഡിയോ ഇടുന്നത് കൊണ്ട് എന്തെങ്കിലും ആൾക്കാർക്ക് ഒരു പ്രയോജനം വേണം അല്ലേ, അല്ലാതെ എൻ്റെ കാഴ്ചപ്പാടാണ് കേട്ടോ. ഇപ്പം ലൈഫ് സ്റ്റൈൽ വ്ളോഗ്സ് അതിമനോഹരമായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അത് അവർ നന്നായിട്ട് ചെയ്യുന്നുമുണ്ട്. പക്ഷേ എൻ്റെ ഒരു വീഡിയോസിനകത്തുനിന്ന് ആൾക്കാർക്ക് പ്രത്യേകിച്ച് ഇൻഫോർമേറ്റീവായിട്ടങ്ങ് ഒന്നും ഞാൻ പ്രൊവൈഡ് ചെയ്തതായിട്ട് എനിക്ക് തോന്നിയില്ല. എൻ്റെ ലൈഫ് സ്റ്റൈൽ വ്ളോഗ്സ് ഒന്നും ഞാൻ കാണിച്ചതിനകത്ത് വലിയൊരു ഇതൊന്നും ഇല്ല. പിന്നെ അവരുടെ സമയം, ഒരു വീഡിയോ കാണുന്ന ആൾക്കാർ അവരുടെ സമയം സ്പെൻഡ് ചെയ്തിരുന്ന് കാണുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു ഇൻഫോർമേറ്റീവായിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലതെന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഇരുന്നപ്പോൾ ഇത് ലൈഫ് സ്റ്റൈൽ വ്ളോഗ്സ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് തന്നെയാണ് ഞാനൊരു ടീച്ചിങ് ജോബിനെ കുറിച്ചിട്ട് എനിക്കൊരു എൻക്വയറി വന്നു. അതിനെ ബേസ് ചെയ്തിട്ട് ഞാനൊരു വീഡിയോ ചെയ്തു. അപ്പോൾ ആ വീഡിയോ ചെയ്തപ്പോഴാണ് അതിൻ്റെ താഴെ കോമൻസ് ഒക്കെ വന്നു തുടങ്ങി. എങ്ങനെയാണ്, അങ്ങനെയാണോ, എങ്ങനെയാണ്, അതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഐ ഷുഡ് ഫോളോ വൺ ട്രാക്ക്, ഒരു ട്രാക്ക് ഫോളോ ചെയ്യണം എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. അപ്പോഴാണ് ഞാൻ പിന്നെ ഈ ഒരു ടീച്ചിങ് വ്ളോഗ്സിനെ കുറിച്ച് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്ത് ചെയ്യാനായിട്ട് തുടങ്ങിയത്. പിന്നെ എൻ്റെ പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ അത്ര വലിയ ഭയങ്കര പാഷനേറ്റ് ആയിട്ടുള്ള ഒരു ടീച്ചറൊന്നും അല്ല. ടീച്ചിങ് എനിക്കിഷ്ടമാണ്, കുട്ടികളെ പഠിപ്പിക്കുക, കുട്ടികൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, അതൊക്കെ എനിക്കിഷ്ടമാണ്. പക്ഷേ ഈ വേറെ കുറേ എക്സ്ട്രാ കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ടല്ലോ. നോട്ട്ബുക്ക് കറക്ഷൻ ഉണ്ട്, പേപ്പർ കറക്ഷൻ ഉണ്ട്, ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്, ബ്ലൂ പ്രിൻ്റ് ഉണ്ട്, മാർക്കിംഗ് സ്കീമുണ്ട്, റിസൾട്ട് അനൗൺസ്മെൻ്റ് ഉണ്ട്, അങ്ങനെ കുറേ ഇവൻറ്റ് ഓർഗനൈസ് ചെയ്യുന്നതുണ്ട്. ഇങ്ങനെ കുറേ കാര്യങ്ങൾ എക്സ്ട്രാ ആയിട്ട് വരുമല്ലോ. അപ്പം പിന്നെ സ്റ്റേ ബാക്സ് ഉണ്ട്, സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. നമ്മൾ രാവിലെ തുടങ്ങുന്ന ജോബ് നമുക്കൊരു 6 to 7 ക്ലാസ്സസ്, ചിലപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ്സസ് വരും. അപ്പോൾ എനിക്ക് അതൊന്നും അത്ര വലിയൊരു താല്പര്യമായിട്ട് പിന്നീട് എനിക്ക് തോന്നിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. തുടങ്ങിയ സമയത്ത് ഞാൻ 2015 സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു 3 years വരെയൊക്കെ വളരെ സ്മൂത്തായിട്ട് പോയി, വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ CBSE സ്കൂൾസിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ എനിക്ക് മറ്റ് സ്കൂൾസിൻ്റെ അത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. CBSE സ്കൂൾസിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. നമുക്കറിയാമല്ലോ, CBSE സ്കൂളിൽ വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സിനൊക്കെ അറിയാം, നല്ല വർക്ക് ലോഡ് അത്യാവശ്യമുണ്ട്, നമുക്ക് നല്ല വർക്ക് ലോഡുണ്ട്. അപ്പോൾ അത് പിന്നെ അങ്ങ് ടൈറ്റായി വരാൻ തുടങ്ങി. അപ്പോൾ ലാസ്റ്റ് ഒരു 23-24 ഒക്കെ ആകുമ്പോഴത്തേക്കും ശരിക്കും അങ്ങ് ടൈറ്റായി. അപ്പോൾ ഒരു 2015 തൊട്ട് ഒരു 10 years, ഒരു 25 വരെ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു സെയിം പാറ്റേണിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് തന്നെ ഒരു മടുപ്പായി തോന്നി തുടങ്ങുന്നുണ്ടായിരുന്നു. ഐ ഷുഡ് ടേക്ക് എ ബ്രേക്ക്. ഞാൻ എന്തെങ്കിലും വേറെ ഡിഫറെൻ്റായിട്ട് എന്തെങ്കിലും നോക്കണം, ചെയ്യണം എന്നൊക്കെ ഞാൻ എൻ്റെ കൊളീഗ്സിനോടൊക്കെ ഞാൻ പറയുന്നത്, എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ഞാൻ എപ്പോഴും പറയുമായിരുന്നു. ഇത് എനിക്ക് സെറ്റാവുന്നില്ല, ഭയങ്കര പ്രഷറാണല്ലോ, എനിക്കിത് പറ്റുന്നില്ല. ചില സമയത്ത് ഞാൻ ആലോചിക്കും വേറെ എന്തെങ്കിലും നോക്കണം, അങ്ങനെയൊക്കെ എനിക്ക് തോന്നുമായിരുന്നു. ടു ബി ഓണസ്റ്റ്, ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഒരു 10 years ആയിട്ട് ഒരേ പാറ്റേണിൽ ഇങ്ങനെ വരികയല്ലേ, ഒരു ബ്രേക്കും ഇല്ലാതെ. അപ്പം അങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ എന്തായാലും ആ ഒരു സമയത്ത് എൻ്റെ ഹെൽത്ത് വൈസും എല്ലാം ഞാനൊരു ബ്രേക്ക് എടുക്കേണ്ട സിറ്റുവേഷനിലേക്ക് എത്തി. കാരണം ഞാൻ ഇതിനിടയ്ക്ക് ഒന്ന് പ്രഗ്നൻ്റ് ആയപ്പോഴത്തേക്കും അൺഫോർച്ചുനേറ്റ്ലി
ഞങ്ങൾക്ക് അതിനെ കിട്ടിയില്ല, കാരണം എനിക്ക് മിസ്കാരേജ് ആയിപ്പോയി. പക്ഷെ അത് അൺഫോർച്ചുനേറ്റ്ലി എന്ന് വിശ്വസിക്കാൻ എനിക്ക് ഇഷ്ടമല്ല, ഫോർച്ചുനേറ്റ്ലി ആണ്. ചില കാര്യങ്ങൾ നമുക്ക് നമ്മുടെ റൈറ്റ് ടൈമിലാണ് അത് വരേണ്ടുള്ളത്. അത് ആ സമയത്തല്ല എന്നുണ്ടെങ്കിൽ ദൈവം നമ്മുടെ അടുത്ത് നിന്ന് മാറ്റും, എന്നിട്ടൊരു ബെസ്റ്റ് വേർഷൻ നമുക്ക് പിന്നീട് അത് കിട്ടും. അങ്ങനെയാണ് എൻ്റെ എല്ലാ കാര്യങ്ങളും നടന്നു വന്നിട്ടുള്ളത്. സോ ഇതും ഞാൻ അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഫോർച്ചുനേറ്റ്ലി എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പം നമുക്ക് എന്തെങ്കിലുമൊക്കെ വിഷമങ്ങൾ വരുമ്പോൾ അത് ആ സമയത്ത് നമുക്കൊരു വിഷമം ഉണ്ടെന്നുണ്ടെങ്കിലും എപ്പോഴും വിശ്വസിക്കുക, ഒരു ബെറ്റർ വേർഷൻ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ അങ്ങനെ എനിക്കൊരു മിസ്കാരേജ് ഒക്കെ ആയി ഇതിനിടയ്ക്ക്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നാട്ടിൽ വന്നപ്പോൾ എനിക്ക് വീണ്ടും ഒരു സർജറിയും കൂടെ ചെയ്യേണ്ടി വന്നു. അവിടെ വെച്ചിട്ട് എനിക്ക് ആ മിസ്കാരേജ് ആയതിൻ്റെ പ്രോസസ്സിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ നാട്ടിൽ വന്നപ്പോൾ എനിക്ക് മറ്റൊരു സർജറിയും കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു സർജറി ഒക്കെ കഴിഞ്ഞ് ഡോക്ടർ എന്നോട് പറഞ്ഞു, ടേക്ക് റെസ്റ്റ്. ഒരു 6 to 7 months വരെ യു നീഡ് റെസ്റ്റ്, ഫിസിക്കലി മെൻ്റലി ഏതൊക്കെ രീതിയിൽ റെസ്റ്റ് എടുക്കാമോ യു ഷുഡ് ടേക്ക് റെസ്റ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് ഡോക്ടറൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു എന്തെങ്കിലും സ്ട്രെസ് ഉണ്ടായിരുന്നു എന്ന്. അപ്പോൾ എനിക്കറിയാൻ വയ്യ സ്ട്രെസ് ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നൊന്നും എന്നോട് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, എനിക്കൊന്നും അറിയാൻ വയ്യ. കാരണം കഴിഞ്ഞ ഒരു 10 years ആയിട്ട് ഒരേ രീതിയിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട്. സ്ട്രെസ് എന്താണ് അല്ലാത്ത എന്താണെന്നൊന്നും എനിക്ക് ആക്ച്വലി അറിയാൻ വയ്യ. എന്തോ ആയിരുന്നിരുന്നാലും വാട്ട് എവർ ഇറ്റ് ഇസ്. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു ഒരു 6 to 7 months വരെ യു ഷുഡ് ടേക്ക് റെസ്റ്റ്. നിങ്ങളുടെ ബോഡിക്കും നിങ്ങളുടെ മൈൻഡിനും എല്ലാം ആ ഒരു റെസ്റ്റ് ആവശ്യമാണ്. പിന്നെ ഇപ്പോൾ സർജറി കഴിഞ്ഞിട്ടും ഒക്കെ ഒരു ഇതിലിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ സർജറി കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 2 months കഴിഞ്ഞിട്ടേ ഉള്ളൂ. ആക്ച്വലി ഞാനപ്പോൾ ഒരു റെസ്റ്റിംഗ് പീരീഡിലാണ്. അപ്പോൾ ഈ ഒരു റെസ്റ്റിംഗ് പീരീഡിൽ തുടങ്ങിയപ്പോൾ അയ്യോ, അപ്പോൾ എൻ്റെ ചാനൽ ഇനി കൂട്ടാനും പറ്റില്ല എനിക്ക്. കാരണം അത് മാത്രമല്ല, കുറേ നാളായിട്ട് നമ്മളിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം വെറുതെ ഇരിക്കാനും അറിയാൻ വയ്യ, എന്തെങ്കിലും ഞാൻ ചെയ്തെങ്കിലേ പറ്റും. അപ്പോൾ അങ്ങനെയാണ് വീണ്ടും ഞാൻ ചാനലിനെ ഒന്നും കൂടി റിഫ്രഷ് ചെയ്ത് ഒരു കോണ്ടൻറ്റ് ഫോക്കസ് ചെയ്ത് ചെയ്യണം എന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നത്. ഞാൻ ചാനൽ ചെയ്യുന്ന സമയത്ത് എക്സ്ട്രീം വിഷമത്തിലൊക്കെ ഇരുന്ന് ചെയ്തിട്ടുള്ള സമയങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എക്സ്ട്രീം സങ്കടത്തിലൊക്കെ ഇരുന്ന് ചെയ്തിട്ടുള്ളപ്പോഴും എല്ലാം എന്നെ ഓവർകം ചെയ്യാൻ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് ചാനലാണ്. അപ്പോൾ ഞാൻ ആ എക്സ്ട്രീം വിഷമത്തിലൊക്കെ ഇരുന്ന് ചെയ്ത വീഡിയോയുടെ ഒരു പിക്ചർ ഞാൻ ഇവിടെ നിന്ന് കാണിക്കാം. അപ്പോഴാണ് ആക്ച്വലി ആ വീഡിയോയ്ക്കാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു ബ്രേക്ക് ത്രൂ കിട്ടിയതെന്ന് പറയുമല്ലോ. ഞാൻ ഒരുപാട് വിഷമിച്ചിരുന്നപ്പോൾ ചെയ്ത ഒരു വീഡിയോ ആണത്. പക്ഷേ ആ വീഡിയോയ്ക്കാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ബ്രേക്ക് ത്രൂ കിട്ടിയത്. ആൾക്കാർ കോമൻസ് ഇടാൻ തുടങ്ങിയതും എൻക്വയറീസ് വരാൻ തുടങ്ങിയതും എല്ലാം ആ വീഡിയോയിൽ നിന്നാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി, അപ്പോൾ ഇതാണ് ഈ ഒരു കാറ്റഗറിയാണ് ആൾക്കാർ എന്നിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നെനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ പിന്നെ ടീച്ചിങ് ബേസ് ചെയ്തിട്ടുള്ള വീഡിയോസ് സ്ഥിരമായിട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ കോണ്ടൻറ്റ് അങ്ങനെ എനിക്ക് എൻക്വയറീസ് വന്നു തുടങ്ങി. പിന്നെ ഞാൻ തന്നെ സെർച്ച് ചെയ്ത് എന്തൊക്കെ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ട്. അപ്പം 2 പർപ്പസാണ്. ഒന്ന്, നമുക്ക് ചാനലിൽ ഇടുകയും വേണം. പിന്നെ ഒന്ന്, എനിക്കിഷ്ടമുള്ള എൻ്റെ സ്പേസിലിരുന്ന് എനിക്കിഷ്ടമുള്ള രീതിയിൽ വീഡിയോസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, സംസാരിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതെനിക്കൊരു മെൻ്റൽ സാറ്റിസ്ഫാക്ഷൻ, ഹാപ്പിനെസ് ഒക്കെ എനിക്ക് കിട്ടിത്തുടങ്ങി. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് നാട്ടിൽ വന്നതിന് ശേഷം എനിക്കൊരു സർജറി ഒക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പം ഞാൻ ആ ഒരു സർജറിക്കൊക്കെ പോകുന്നതിന് മുന്നേ തന്നെ വീഡിയോസൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു. കാരണം സർജറി കഴിഞ്ഞിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് വീഡിയോസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പം ഞാനിങ്ങനെ ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ട് പോയിരുന്നു. പിന്നെ അതിനുശേഷം ഞാൻ വീട്ടിൽ വന്നതിന് ശേഷവും ആ ഒരു സ്റ്റിച്ചൊക്കെ വെച്ച് തന്നെ ഞാൻ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. കാരണം എനിക്ക് അത്ര സന്തോഷമായിരുന്നു വീഡിയോ ചെയ്യാനായിട്ട് എനിക്ക്. കാരണം എൻ്റെ മൈൻഡിനെ എനിക്കൊന്ന് ഹാപ്പി ആക്കണമല്ലോ. അപ്പം അതായിരുന്നു എനിക്ക് സംസാരിക്കുക, വീഡിയോസ് ചെയ്യുക എന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയൊരു സന്തോഷം. ആ ഒരു സമയത്ത് ഞാൻ ആ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് വന്ന സമയത്ത് എൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ വേറെ ആയിരുന്നു. ആ ടൈമിൽ ഞാൻ ഒരു പിക്ചർ ഇവിടെ കാണിച്ചേക്കാം. അന്ന് കാരണം എനിക്ക് സ്റ്റെയർസ് യൂസ് ചെയ്തുകൂടാ. എന്നോട് പറഞ്ഞിട്ടുണ്ട് സർജറി കഴിഞ്ഞാൽ സ്റ്റെയർ യൂസ് ചെയ്യേണ്ടെന്ന് പറഞ്ഞാണ് ഞാൻ താഴെ തന്നെ ഇരുന്നായിരുന്നു വീഡിയോസൊക്കെ ചെയ്യുന്നത്. ഇപ്പം ഞാൻ എൻ്റെ റൂമിൽ ഇരുന്നിട്ടാണ് ചെയ്യുന്നത്. എൻ്റെ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സ്പേസാണ് ഇതെന്ന് പറയുന്നത്. എല്ലാവർക്കും അവരവരുടെ റൂമായിരിക്കുമല്ലോ ഏറ്റവും ഒരു കംഫർട്ടബിൾ സ്പേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ആ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് വന്ന ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ ഉള്ള ഒരു വീഡിയോ എൻ്റെ അടുത്ത് റെസ്റ്റ് പറഞ്ഞെങ്കിൽ ഞാനപ്പോൾ പറഞ്ഞു റെസ്റ്റ് എടുത്തിരിക്കുമ്പോൾ എനിക്ക് അതിനേക്കാളും ഒരു ഇത് തോന്നും, വെറുതെ അങ്ങനെ ഇരിക്കുമ്പോൾ അതിനേക്കാളും എനിക്കൊരു ഇത് തോന്നും. പക്ഷെ ഞാൻ വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് അതിലും സന്തോഷമാണ്. അങ്ങനെ ഞാൻ അപ്പോഴും വീഡിയോസൊക്കെ കോൺസ്റ്റൻ്റായിട്ട് ചെയ്യാനും അതങ്ങനെ ഒരു ഭാഗ്യം ദൈവം ആ സമയത്ത് തന്നു. ചെയ്യാനായിട്ടുള്ള ഒരു ഹെൽത്തും ഒക്കെ എനിക്ക് ആ സമയത്ത് തന്നു.
അപ്പം അതെല്ലാം ഇപ്പോൾ ഓർക്കുമ്പോൾ ഓരോ നമ്മുടെ ചാനൽ നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഓരോ കാലഘട്ടങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അതാണ് വേറൊരു പോസിറ്റീവ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഈ 1K ആയതിൻ്റെ സ്പെഷ്യൽ വീഡിയോ ചെയ്യണമല്ലോ എന്ന് ഓർത്തപ്പോൾ ഞാനിങ്ങനെ ഫുള്ള് എൻ്റെ ചാനൽ ആദ്യം തൊട്ടുള്ളത് ഞാനിങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കിയപ്പം അയ്യോ, ഓരോ കാലഘട്ടങ്ങളാണ് നമുക്ക് ഓർമ്മ വരുന്നത് ആ ഒരു വീഡിയോസൊക്കെ കാണുന്ന സമയത്ത്. അപ്പോൾ അത്രയൊക്കെയാണ് മെയിനായിട്ടുള്ള കാര്യങ്ങളെന്ന് പറയാനുള്ളത്. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ ഒരു ചാനലിൻ്റെ ജേണി എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ വളരെ സന്തോഷത്തോടു കൂടിയും വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് തന്നെ ചെയ്യുന്ന സംഗതിയാണ് കേട്ടോ. ഞാൻ എക്സ്ട്രീം ഹാപ്പി ആയിട്ട് തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എനിക്ക് എത്ര വയ്യായെന്നുണ്ടെങ്കിലും ഞാൻ വീഡിയോ എടുക്കുന്ന ദിവസം എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എനിക്കന്ന് ഭയങ്കര സന്തോഷത്തോടു കൂടി തന്നെയാണ് ഓരോ വീഡിയോസും ചെയ്തിട്ടുള്ളതും റിലീസാക്കിയിട്ടുള്ളതും എല്ലാം അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പം എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാവർക്കും, എസ്പെഷ്യലി എൻ്റെ ഹസ്ബൻഡ്, എൻ്റെ ഫാമിലി, എൻ്റെ അച്ഛൻ, അമ്മ, അതേപോലെ എൻ്റെ സബ്സ്ക്രൈബേഴ്സ്, എൻ്റെ ഫ്രണ്ട്സ്, എല്ലാവരോടും ഒരു വലിയ താങ്ക് യു ആണ് പറയാനായിട്ടുള്ളത്. ഞാൻ ചാനലൊക്കെ ആദ്യമായിട്ട് തുടങ്ങുന്ന ഞാൻ പറഞ്ഞല്ലോ, ജേണി വിത്ത് റനായ ഒന്ന് ലൈവാക്കി കൊണ്ടുവന്ന സമയത്തൊക്കെ ഞാൻ UAE നിൽക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് അന്ന് എൻ്റെ ഫ്രണ്ട്സും എൻ്റെ കൊളീഗ്സും ഒക്കെ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, എന്നെ ട്രോൾ ചെയ്തിട്ടുണ്ട്, പോസിറ്റീവായിട്ട് കളിയാക്കിയിട്ടുണ്ട്. അതെല്ലാം ഞാൻ എൻജോയ് ചെയ്തിട്ടുമുണ്ട്. പിന്നെ ഫീഡ്ബാക്ക്സ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഒരു ചാനൽ നടത്തുന്ന ഒരാൾക്ക് വളരെ യൂസ്ഫുള്ളാണ്. പിന്നെ അതിന് ശേഷമാണ് സബ്സ്ക്രൈബേഴ്സൊക്കെ കൂടി വന്നതും സബ്സ്ക്രൈബേഴ്സിൻ്റെ കോമൻസ്, ഫീഡ്ബാക്സ് ഒക്കെ ഒരുപാട് ഹെൽപ്ഫുള്ളാണ്. പിന്നെ എൻ്റെ ഹസ്ബൻഡാണ് ചാനൽ റിവ്യൂ ചെയ്തിട്ട് ഇന്നത് ചേഞ്ച് വന്നാൽ നന്നായിരിക്കും അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതൊക്കെ വളരെ സപ്പോർട്ടീവായിട്ട് എൻ്റെ കൂടെ നിന്നിട്ടുണ്ട്. പിന്നെ എൻ്റെ അച്ഛൻ, അമ്മ, എൻ്റെ സിസ്റ്റർ എല്ലാവരും വളരെ ഹാപ്പിയായിട്ട് സപ്പോർട്ടീവായിട്ട് നിന്നിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു വലിയ താങ്ക് യു യൂണിവേഴ്സിനോടും എൻ്റെ കൂടെ നിന്ന എല്ലാവരോടും. ആൻഡ് യൂണിവേഴ്സ് ഇസ് വർക്കിംഗ് ഔട്ട് ഫോർ മീ ഫേവറബിളി ഈ ഓൺ ദോസ് ഡേയ്സ്. അപ്പോൾ അതെല്ലാം വളരെ സന്തോഷം ആ ഒരു കാര്യത്തിനകത്തൊക്കെ. പിന്നെ എന്നോട് ഇതേപോലെ യൂട്യൂബിൻ്റെ കോണ്ടൻറ്റ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. അതൊക്കെ ഞാൻ പിന്നീട് ഒരു വീഡിയോ ആയിട്ട് തന്നെ ഇടാം. ഇപ്പം തന്നെ ഇത് ഒത്തിരി ലെങ്ത് കൂടി കാണും. പിന്നെ എന്നോട് ചോദിക്കാറുണ്ട് മോട്ടിവേഷണൽ വീഡിയോസ് ചെയ്യാമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കാരണം എൻ്റെ വീഡിയോസിനകത്തൊക്കെ ഞാൻ ഇതേപോലെ ഇടയ്ക്കൊക്കെ മോട്ടിവേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളും പറയാറുണ്ട്. വെറുതെ കോണ്ടൻറ്റ് മാത്രമല്ല പറഞ്ഞു പോകുന്നത്. അപ്പോൾ 1-2 പേര് ഇപ്പോൾ എന്നോട് പറഞ്ഞു മോട്ടിവേഷൻസും ഒക്കെ ആഡ് ചെയ്യുന്നതുകൊണ്ട് വളരെ യൂസ്ഫുള്ളാണ്, അങ്ങനെയുള്ളതും കൂടെ ഒക്കെ പറയണം എന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും ഞാൻ ശ്രമിക്കും. ഞാൻ വലിയ മോട്ടിവേഷൻ സ്പീക്കറൊന്നും അല്ല. പക്ഷേ എന്നിരുന്നാലും എൻ്റെ അടുത്ത് വരുന്നവരെ ഞാൻ ഒരിക്കലും നെഗറ്റീവായിട്ട് പറഞ്ഞു വിടാറില്ല ഒരു കാര്യത്തിലും. അതെൻ്റെ സ്റ്റുഡൻസിനോടാണെങ്കിലും പേരൻസ് ആണെന്നുണ്ടെങ്കിലും എൻ്റെ ഫ്രണ്ട്സ് ആണെന്നുണ്ടെങ്കിലും എൻ്റെ അടുത്തോട്ട് വരുന്ന ആൾക്കാരുടെ അടുത്തൊന്നും ഞാൻ നെഗറ്റീവായിട്ട് ഞാൻ ഇന്നേ വരെ ഓടിച്ചു വിട്ടിട്ടില്ല. അപ്പോൾ പിന്നെ ഞാൻ എന്നെ തന്നെയും എപ്പോഴും ഒന്ന് ചിയറപ്പാക്കി വെക്കാൻ നോക്കാറുണ്ട് കേട്ടോ. അത് സത്യമായ കാര്യം തന്നെയാണ്. ചെറിയ ഗിഫ്റ്റൊക്കെ എനിക്ക് വാങ്ങിയും എനിക്ക് എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുന്നതാണ് എനിക്കിഷ്ടം. ഞാൻ ഒന്നിനെക്കുറിച്ചും ഓവർ കൺസേൺഡ് ആവാറില്ല. എൻ്റെ കാര്യമില്ല. എൻ്റെ ചാനലിൻ്റെ ഒരു ക്യാപ്ഷൻ തന്നെ നിങ്ങൾ കണ്ടു കാണും. ഒന്നുമില്ലാതെയാണ് ഇങ്ങോട്ട് വന്നത്, ഒന്നുമില്ലാതെയാണ് തിരിച്ചു പോകണം എന്ന്. ഇവിടെ വന്നെന്നുണ്ടെങ്കിൽ തിരിച്ചു പോയെങ്കിലേ പറ്റൂ. അതൊരു യൂണിവേഴ്സൽ ട്രൂത്താണ്. അപ്പോൾ ഒന്നുമില്ലാതെയാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളതും ഒന്നുമില്ലാതെയാണ് തിരിച്ചു പോകാനും പോകുന്നത്. പിന്നെ എന്തിനാ ഈ ടെൻഷനൊക്കെ അടിക്കുന്നത്? ഓവർ തിങ്ക് ചെയ്യുമ്പോൾ ഞാൻ തന്നെ എന്നോട് പറയാറുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത് തന്നെ എൻ്റെ ചാനലിൻ്റെ ക്യാപ്ഷനിലൊക്കെ വെച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ഒരു ചാനലിൻ്റെ ജേണി എന്ന് പറയുന്നത്. അപ്പോൾ 1K ആയതിൽ എക്സ്ട്രീം ഹാപ്പിയാണ്. പിന്നെ 1K ആയതിന് എനിക്ക് വേണ്ടി ഒരു കുഞ്ഞ് ഗിഫ്റ്റ് എന്തെങ്കിലുമൊക്കെ വാങ്ങണം എന്ന് വിചാരിച്ചിരിക്കുകയാണ്. അത് വേറൊന്നും അല്ല, എന്നെ അറിയാവുന്നവർക്കൊക്കെ അതറിയാം. ഒന്നെങ്കിൽ ഒരു ഡ്രസ്സായിരിക്കും, അല്ലെങ്കിൽ ഒരു ലിപ്സ്റ്റിക് ആയിരിക്കും. പിന്നെ എന്നോട് ചോദിച്ചിട്ടുണ്ട് ഞാൻ ടീച്ചർ അല്ലായിരുന്നെന്നുണ്ടെങ്കിൽ എന്തായേനെ എന്നുള്ളത്. ഓഫ് കോഴ്സ് ഒരു ഫാഷൻ ഡിസൈനിങ്ങിന് ഞാൻ പോയേനെ. അതാണ് പിന്നെ എനിക്ക് അടുത്ത ഇഷ്ടമുള്ള പരിപാടി. അതാണ് ഡ്രസ്സ് ഇങ്ങനെ സെലക്ട് ചെയ്യുക, ഡ്രസ്സ് അങ്ങനെ സ്റ്റിച്ച് ചെയ്യുക, ഇങ്ങനെ പറഞ്ഞു നോക്കുക. അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ ടീച്ചറല്ലായിരുന്നെങ്കിൽ ഓഫ് കോഴ്സ് ആ ഒരു ഫീൽഡ് തന്നെ നോക്കിയേനെ. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷം, ഒത്തിരി നന്ദിയുണ്ട്. വെറുതെ പറയുന്നതല്ല, മനസ്സിൽ തട്ടി തന്നെ പറയുകയാണ് കേട്ടോ. കാരണം ഒരു 1K എന്നെ സംബന്ധിച്ച് ഇപ്പോൾ ചിലർക്കൊക്കെ ചിലപ്പോൾ തോന്നും 1K ആയതിനാണോ ഇത്ര വലിയ ഇതെന്നുള്ളത്. അപ്പം അങ്ങനെയുള്ളവരോട് എനിക്ക് പറയാനുള്ളത് ചെറിയ കാര്യങ്ങളിൽ നിന്ന് ആരെയും സന്തോഷിക്കാൻ നമ്മൾ പഠിക്കണം എന്നുള്ളതാണ്. എൻ്റെ ഒരു കാഴ്ചപ്പാടാണ് കേട്ടോ. ഈ വലിയ കാര്യങ്ങൾ ഓർത്ത് സന്തോഷിക്കാൻ ഇരിക്കുന്ന ആൾക്കാർക്ക് ഒരിക്കലും സന്തോഷം ഉണ്ടാവില്ല.
കാരണം അവരന്നേരവും ചിന്തിക്കും, അയ്യോ അങ്ങനെ എത്തിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ സന്തോഷിക്കായിരുന്നു, അപ്പോൾ ഇപ്പോൾ വേണ്ട എന്ന് ചിന്തിക്കുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്കറിയില്ല അത് ശരിയാണോ ഇല്ലയോ എന്നൊന്നും, എൻ്റെ കാഴ്ചപ്പാടാണ്. അപ്പോൾ സെലിബ്രേറ്റ് യുവർ സ്മോൾ വിൻസ് എന്നാണ്. നമുക്ക് കൊടുക്കാത്ത സ്നേഹവും അംഗീകാരവും ഒന്നും പുറത്തുനിന്ന് ആരും വന്ന് തരുമെന്ന് നമ്മൾ വിചാരിക്കരുത്. നമ്മളാണ് നമ്മളെ ആദ്യം സ്നേഹിക്കേണ്ടതും നമുക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതും. നമുക്ക് കൊടുക്കുന്ന റെസ്പെക്റ്റിൽ നിന്നാണ് ബാക്കിയുള്ളവരും നമ്മളെ റെസ്പെക്റ്റ് ചെയ്യാൻ തുടങ്ങുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു വ്യൂ പോയിൻ്റ് കാര്യങ്ങളും ഒക്കെ. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് നന്ദി, ഒത്തിരി താങ്ക് യു കേട്ടോ. മനസ്സറിഞ്ഞ് തന്നെ പറയുന്നതാണ്. അപ്പോൾ എപ്പോഴും ഞാൻ പറയുന്നത് പോലെ തന്നെ എൻ്റെ എല്ലാ വീഡിയോസിലും ഞാൻ പറയുമല്ലോ, സന്തോഷമായിട്ടിരിക്കുക. എനിക്കായാലും ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്കായാലും ഈ ഒരു ലൈഫേ ഉള്ളൂ നമുക്ക്. ഓക്കെ, അത് സന്തോഷമായിട്ട് ജീവിക്കണോ വിഷമിച്ച് ജീവിക്കണോ എന്നുള്ള ചോയ്സ് നമുക്കുണ്ട്. ഓക്കെ, സങ്കടങ്ങളൊക്കെ ലൈഫിൽ വരും, അതൊക്കെ അണ്ടർസ്റ്റുഡാണ്. പക്ഷെ അത് ഓവർകം ചെയ്യാനും നമുക്ക് പറ്റും എന്നുള്ളതാണ് അതിൻ്റെ വാസ്തവം. എത്ര വലിയ സങ്കടങ്ങളാണെന്നുണ്ടെങ്കിലും ഓഫ് കോഴ്സ് ഒരുപാട് നമ്മൾ ഡൗൺ ആയി പോകുന്ന സിറ്റുവേഷൻസ് വരും. പക്ഷെ അതിനൊക്കെ നമുക്ക് കയറി വരാൻ പറ്റും. ഓക്കെ, അപ്പോൾ പോസിറ്റീവായിട്ടിരിക്കുക എപ്പോഴും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ് മീ. ഒരുപാട് ഞാൻ സംസാരിച്ച് വീഡിയോ വലിച്ച് നീട്ടുന്നില്ല. അപ്പം വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അപ്പം ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ ഇന്നത്തെ ഈ വ്ളോഗ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ് മീ. ഇനിയും ഇതേപോലെ തന്നെ തുടർന്ന് സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക്സ് എ ലോട്ട്. താങ്ക് യു.